ആദിത്യസ്യ ഗദാഗദൈരഹരഃ സംക്ഷീയതേ ജീവിതം വ്യാപാരേർബഹുകാര്യഭാരഗുരുഭിः കാലോപി ന ജ്ഞായതേ. ദൃഷ്ട്വാ ജന്മജരാവിപത്തിമരണം ത്രാസശ്ച നോത്പത്യതേ പീത്വാ മോഹമയീം പ്രമാദമതിരാം ഉന്മത്തഭൂതം ജഗത്. നമസ്കാരം. പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഭർതൃഹരിയുടെ വൈരാഗ്യശതകത്തിലത്തെ 5-ാമത്തെ ദശകം കാലമഹിമാവർണ്ണനം. അങ്ങനെ 10 ശ്ലോകമാണ് കാലമഹിമാവർണ്ണനം. അതിലത്തെ 3-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു സ്ഥിതി വർണ്ണിച്ചിരിക്കുകയാണ്. പൊതുവെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത് ആരും അറിയാതെ എല്ലാവരും തിരക്കിലും മായ ബാധിച്ചിട്ടും കഴിയുമ്പോൾ ഒരു ദിവസം നമ്മളൊക്കെ ഇവിടുന്ന് പോകാനുള്ള ദിവസം വന്നു ചേരും. അതറിയുന്നില്ല. അപ്പോൾ വേണ്ടത് എന്താണെങ്കിലും അതിന് മുമ്പേ ചെയ്യണം. അപ്പോൾ അത് നമ്മളെ ബോധിപ്പിക്കുകയാണ് ശ്ലോകത്തിൽ കൂടെ. ആദിത്യസ്യ ഗദാഗതൈ, ഓരോ ദിവസത്തെ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ആയുസ്സിലത്തെ ഒരു ഭാഗം ഇതാ കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണണം. പക്ഷെ ഇത് കാണുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. അഹരക ജീവിതം സംക്ഷീയതേ, പകല് രാത്രി ഇത് കഴിയണത്. രാമായണത്തിലൊക്കെ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പകലെന്നൊക്കെ പറഞ്ഞിട്ട് കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെ ദിവസം പോകുന്നതറിയാതെ എന്താ കാരണം? ബഹുകാര്യഭാര ഗുരുബി, വിലപ്പെട്ടത് എന്തെല്ലാമോ ചെയ്ത് തീർക്കാനുണ്ട്. ഒറ്റ കുട്ടിക്ക് നോക്കിയാൽ ഒഴിവില്ല. തിരക്കാണ്. എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ ഗൗരവമുള്ള പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട് എന്ന തിരക്കിൽ ഈ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആയുസ് പോകുന്നത് ആരും അറിയണില്ല. അതാണ് കാലോപി ന ജ്ഞായതേ, കാലം പോകുന്നത് അറിയുന്നില്ല. ഇനോ ജന്മജരാവിപത്തി മരണം ദൃഷ്ടുവ, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സത്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പലരും മരിച്ചു പോണു. ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല അല്ലേ? കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്ന പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലില്ലാത്ത ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ആ മരണം നമ്മൾ മുമ്പിൽ കണ്ടിട്ടും പിന്നെ വാർദ്ധക്യം മുമ്പിൽ കാണുന്നുണ്ട്, അതും കാണുന്നുണ്ട്. എന്നിട്ടോ നമുക്കത് വരുമെന്ന ചിന്ത നമുക്കുണ്ടോ? ദൃഷ്ട്വാ ത്രാസ ച ന ഉത്പത്യതേ, അതൊക്കെ കണ്ടിട്ടും നമുക്ക് മനസ്സിനൊരു മാറ്റമോ അല്ലെങ്കിൽ ഒരു അല്ലായ്മയോ ഉണ്ടാവണില്ല. ആ വാർദ്ധക്യം നമുക്കും വന്നു ചേരും, ആ മരണം നമുക്കും വന്നു ചേരും. അപ്പം അതിനു മുമ്പേ ചെയ്യേണ്ടത് ചെയ്യണം അല്ലേ? ഇനി ജന്മമരണങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്താനുള്ള മാർഗമാണ് നോക്കേണ്ടത്. അപ്പം അത് മനുഷ്യൻ നോക്കണുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പ്രമാദമതിരാംബീത്വാ ഉന്മത്തഭൂതം, ഈ മധുരം കഴിച്ച് മദ്യം കഴിച്ച് ആകെ ബോധമില്ലെങ്കിൽ പിന്നെ യഥാർത്ഥ സംഗതികൾ വല്ലതും ലോകത്തിൽ നടക്കുന്നത് അറിയോ? അതുപോലെ ഉന്മത്തരായിരിക്കുകയാണ് മനുഷ്യൻ. അവിടെ ഏതാണ് മദ്യം? മായയാകുന്ന മദ്യം എന്ന് പറഞ്ഞൊക്കെയാണ്. പ്രമാദമാകുന്ന മദ്യം പാനം ചെയ്ത് മതോന്മത്തന്മാരായി ഓരോരുത്തരും ഇനി വരാൻ പോകുന്നത് എന്താണോ എന്ന് ഒട്ടും ആലോചിക്കാതെ തൽക്കാല ലാഭം, തൽക്കാല സുഖം ഇത് നോക്കി ഇങ്ങനെ അധർമ്മമാർഗത്തിൽ പണം സമ്പാദിച്ചിട്ടും ഇല്ലേ, ശരിയല്ലാത്ത രീതിയിൽ ധനം സമ്പാദിക്കുക, അർഹതയില്ലാത്ത ധനം സമ്പാദിക്കുക, ഇതിനൊക്കെ ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും എന്ന വല്ല ചിന്തയും ഉണ്ടോ? മരണത്തിന് പോയാൽ തന്നെ മടങ്ങാൻ ധൃതിയാണ്, വീട്ടിലെത്തണം, 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കിടക്കുന്ന ആളെ പോലെ തനിക്കും ഒരവസ്ഥ വരും എന്ന ഒരു ചിന്ത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടുമില്ലാതെ കണ്ട് താൻ മാത്രം എല്ലാറ്റിനും അതീതൻ അല്ലേ? നമ്മൾ പറയുകയും ചെയ്യും, മരിച്ചു കിടക്കുന്ന ആളെ കണ്ടാൽ കഷ്ടം തോന്നും. എന്നുവെച്ചാൽ അയാളുടെ മഹം കഷ്ടം ആയി മരിച്ചു കിടക്കുമ്പോൾ സത്യത്തിൽ സ്ഥിതി അയാൾ നമ്മളെയല്ലേ കഷ്ടം വയ്ക്കേണ്ടത്. എന്താ കാരണം? ഞാൻ എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെട്ടു കേട്ടോ. നീ ഇപ്പോഴും ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഞാൻ എല്ലാറ്റിൽ നിന്നും കണ്ടുവോ സുഖമായിട്ട് രക്ഷപ്പെട്ട് 2 കൈ നീട്ടി കിടക്കണത്. അപ്പം ആരെയാണ് കഷ്ടം വയ്ക്കേണ്ട? ആ മരിച്ച ആൾ നമ്മളെയാണ് കഷ്ടം വയ്ക്കേണ്ടത്. അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് കഷ്ടം വയ്ക്കണില്ല എന്നേ ഉള്ളൂ. ശരിക്കും അയാൾ നമ്മളെ നോക്കിയിട്ടല്ലേ കഷ്ടം വയ്ക്കേണ്ടത്. അയാൾ രക്ഷപ്പെട്ടു. ഈ പഞ്ചഭൂത നിർമ്മിതവും ഇത്രയും ഞരമ്പുകളുടെ ഉള്ളിൽ ചുറ്റിത്തിരിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കണു. നീ ഇപ്പോഴും എന്താ ചെയ്യണേ?
ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടന്ന് തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് അപ്പോൾ അവർ നമ്മളേലേ കഷ്ടം വയ്ക്കേണ്ടത്. നമ്മളൊരു കമൻറ്റും ഉണ്ട്, കഷ്ടട്ടോ വെള്ളക്കിടപ്പ് കണ്ടാൽ കഷ്ടം തോന്നും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും ഒരു മാറ്റവും വരാണ്ട് വീണ്ടും ചുറ്റിത്തിരിഞ്ഞ് ആ മദ്യം കഴിച്ച് വാസ്തവത്തിൽ സത്യത്തെ അറിയാതെ ചുറ്റിത്തിരിയുന്നത് ആരാണ്? ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെയാണ്. ഓരോരുത്തരും അല്ലേ മരിച്ചാൽ രക്ഷപ്പെട്ടു, പിന്നെ ഈ വിഷമമൊന്നും അറിയണ്ട. അപ്പോൾ അതുകൊണ്ട് ഓരോരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി ശരീരക്ലേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ശാശ്വതമായിട്ട് രക്ഷപ്പെടാൻ ഇനി എന്താ വേണ്ടത്? ഒരിക്കലും ജനിക്കാതിരിക്കുക, മരിക്കാതിരിക്കുക, പരമാത്മാവിനെ മനസ്സിലെപ്പോഴും കാണുക. ഏതെങ്കിലും ഒരു വാസനാവിധിയിൽ കൂടി പിടിച്ച് കയറി ഇനി ജനനവും മരണവും ഉർവാരുകമുവ ബന്ധനാർ മൃത്യോർമുക്ഷീയ മാമൃതാർ എന്നുള്ളതാണ് മൃത്യുഞ്ജയ മന്ത്രം. അല്ലേ, കാട്ടുവെള്ളരിക്ക് എപ്രകാരം അതിൻ്റെ ഞെട്ടിയിൽ നിന്ന് വിട്ടുവരുന്നുവോ അതേപോലെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിട്ട് എനിക്ക് പരമാത്മതത്വത്തെ പ്രാപിക്കാറാവണേ എന്ന ചിന്ത. സത്യത്തിൽ അതാണ് മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ അർത്ഥം. അല്ലാണ്ട് മൃത്യുഞ്ജയ മന്ത്രം ചീട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മരിക്കണ്ട എന്നല്ല. ആർക്കും അവിടെ മരിക്കാണ്ടിരിക്കാൻ പറ്റുക? പക്ഷേ പ്രപഞ്ചബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് മൃത്യോർമുക്ഷീയ. മൃത്യു എന്ന് പറഞ്ഞാൽ പല ദിക്കിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സംസാരമാണ് മൃത്യു എന്ന്. അതിനേക്കാളും വലിയൊരു മൃത്യു ഇല്ല എന്നാണ്. അപ്പം അതിൽ നിന്നുള്ള മോചനം ഇല്ലേ, ഈ കൊട്ടത്തേങ്ങ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ ബന്ധമില്ലാതെ കിടന്ന് കുലുങ്ങുന്നുവോ, അതുകൊണ്ട് ഈ കൊട്ടത്തേങ്ങയൊക്കെ പ്രതീകമായിട്ട് നമ്മൾ ഗണപതി ഹോമം നടത്തണം. അതേപോലെ നമ്മുടെ ആത്മാവും ശരീരവും രണ്ട് തന്നെയാണ്, ശരീരം വേറെയാണ് എന്ന ബോധം ഉണ്ടാക്കിയിട്ട് ഇനിയെങ്കിലും ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിക്കൂടാതിരിക്കുക. കാലം ഓരോരോ നിമിഷവും നമുക്ക് സിഗ്നൽ തരികയാണ്, ഇതാ കഴിഞ്ഞു. ക്ലോക്കിൻ്റെ ഓരോരോ സൂചി ചാടുമ്പോഴും ചിന്തിച്ചോളൂ കഴിഞ്ഞു, സൂചി പിന്നാക്കം തീരിയില്ല, ഇതാ കഴിഞ്ഞിരിക്കണു. അപ്പം അതുകൊണ്ട് നല്ല ബോധത്തോടു കൂടി അല്ലേ മായയാകുന്ന മദ്യത്തിന് അടിമപ്പെടാതെ, മായയിൽ കുടുങ്ങാതെ, അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത് ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഈശ്വര ചിന്ത ചെയ്തിട്ട് ഇനി എനിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടിയിട്ട്. ആദിത്യസ്യ ഗതാഗതൈരഹരകത് സംശീയതേ ജീവിതം വ്യാപാരേർബഹുകാര്യഭാരഗുരുഭിഃ കാലോപി ന ജ്ഞായതേ ദൃഷ്ട്വാ ജന്മജരാ വിപത്തിമരണം ത്രാസശ്ച നോത്പത്യതേ പീത്വാ മോഹമയീം പ്രമാദമതിരാമുന്മത്തഭൂതം ജഗത്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.